ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന ICDS സൂപ്പർവൈസർ എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ബി, അയ്യങ്കാളി. അടുത്ത ചോദ്യം: 1839 കൽക്കട്ടയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ബി, ദേവേന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം: ഏത് സ്ഥലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി, മീററ്റ്. അടുത്ത ചോദ്യം: ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ താഴെ പറയുന്ന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ഫ്രഞ്ച് വിപ്ലവം. അടുത്ത ചോദ്യം: ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ നിലവിലെ അധ്യക്ഷൻ ആര്? ആൻസർ ഓപ്ഷൻ ബി, ഡോക്ടർ വി നാരായണൻ. അടുത്ത ചോദ്യം: കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ ബി, കണ്ണൂർ. അടുത്ത ചോദ്യം: 2022 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ തോൽവി നേരിട്ട ടീം ഏതു രാജ്യത്തിൻ്റെതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫ്രാൻസ്. അടുത്ത ചോദ്യം: അമ്പലമണി എന്ന കാവ്യസമാഹാരം ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ ഡി, സുഗതകുമാരി. അടുത്ത ചോദ്യം: തോന്നയ്ക്കൽ കുമാരനാശാൻ സ്മാരക ദേശീയ സാംസ്കാരിക കേന്ദ്രം സ്ഥാപിച്ച വർഷം? ആൻസർ ഓപ്ഷൻ എ, 1958. അടുത്ത ചോദ്യം: 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡി ഗുകേഷ് പരാജയപ്പെടുത്തിയത് ആരെ? ആൻസർ ഓപ്ഷൻ സി, ഡിങ് ലിറൻ. അടുത്ത ചോദ്യം: ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ സ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ എ, സുണ്ടാഗർത്തം. അടുത്ത ചോദ്യം: ഉഷ്ണകാലത്ത് ഗംഗാ സമതലത്തിൽ വീശുന്ന ചൂട് കാറ്റ് ഏത്? ആൻസർ ഓപ്ഷൻ ബി, ലൂ. അടുത്ത ചോദ്യം: താഴെ തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തീർണം ഉള്ളത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, മധ്യപ്രദേശ്. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, മുതിരപ്പുഴ. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏത്? ആൻസർ ഓപ്ഷൻ ബി, കല്ലായിപ്പുഴ. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ ഇന്ത്യയിലെ പങ്ക് നന്നായി വിശദീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുന്നതിലൂടെ സംസ്ഥാന നിർദ്ദിഷ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് നീതി ആയോഗ് സൗകര്യം ഒരുക്കുന്നു. അടുത്ത ചോദ്യം: ഇനി പറയുന്നവയിൽ ഏതാണ് 1991 ഇന്ത്യയിലെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന സവിശേഷതയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി, പ്രധാന വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം. അടുത്ത ചോദ്യം: ഗ്രാമീണ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വായ്പ നൽകുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ ഒരു പ്രത്യേക ധനകാര്യ സ്ഥാപനമാണ് ഇനി പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി, ഹരിത വിപ്ലവം പ്രാഥമികമായി ഊന്നൽ നൽകിയത് ജൈവ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിൽ രാസവസ്തുക്കൾ കുറയ്ക്കുന്നതിനുമാണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഇതൊക്കെയാണ്: ഹരിത വിപ്ലവം ഇന്ത്യൻ കാർഷിക മേഖലയിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും സ്വീകരിക്കുന്നതിലേക്ക് നയിച്ചു. ഹരിത വിപ്ലവം ഗോതമ്പിൻ്റെയും അരിയുടെയും ഉൽപാദനത്തിൽ ഗണ്യമായ വർധനവിന് കാരണമായി. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദന വർധനയ്ക്ക് കാരണമായി. എന്നാൽ സാങ്കേതിക വിദ്യയുടെയും ആനുകൂല്യങ്ങളുടെയും ലഭ്യതയിൽ പ്രാദേശിക അസമത്വങ്ങൾക്ക് കാരണമായി. ഹരിത വിപ്ലവത്തെ പറ്റി ഇപ്പോൾ ഉള്ള മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം:
താഴെ പറയുന്നവയിൽ ഏത് വിളയാണ് ഇന്ത്യയുടെ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ചണം. അടുത്ത ചോദ്യം, ഏത് സുപ്രധാന കേസിൽ വിധി പറയുമ്പോഴാണ് ഇന്ത്യൻ സുപ്രീം കോടതി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ വിരുദ്ധതയില്ല, ഒന്ന് മറ്റൊന്നിന് പൂരകമാണ് എന്ന് പരാമർശിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, കേശവാനന്ദ ഭാരതി വസ്, കേരള സംസ്ഥാനം. അടുത്ത ചോദ്യം, താർക്കുണ്ഡെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി എന്നീ കമ്മിറ്റികളെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നമാണ് പഠനവിധേയം ആക്കിയത്. ഈ കമ്മിറ്റികളെല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ഇലക്ഷൻ പരിഷ്കാരങ്ങൾ. അടുത്ത ചോദ്യം, മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 4 മാത്രം ശരി. ശരിയായ പ്രസ്താവനകൾ: മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്ക് എതിരായി പുറപ്പെടുവിക്കാൻ ആവില്ല. പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായി മാൻഡമസ് ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്: 1, വോട്ടർ പട്ടിക തയ്യാറാക്കുക. 2, തിരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും പ്രഖ്യാപിക്കുക. 3, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക. 4, പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, പൂനെ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: 2008 ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. പ്രാദേശിക ജനങ്ങളുടെയും സമൂഹങ്ങളുടെയും ക്ഷേമവും മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളും വളർത്തിയെടുക്കുക എന്നതാണ് ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ ലക്ഷ്യം. സാമൂഹ്യവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ 3 കാര്യങ്ങൾക്കാണ് ഈ പദ്ധതി പ്രാധാന്യം നൽകുന്നത്. 2013 കുമരകത്തെ ഉത്തരവാദിത്തം ടൂറിസം പദ്ധതിക്ക് യൂലിയസ് അവാർഡ് ലഭിച്ചു. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ ആര്? ആൻസർ ഓപ്ഷൻ എ, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അടുത്ത ചോദ്യം, കേരള വികസന മാതൃകയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: കുറഞ്ഞ പ്രതിശീർഷ വരുമാനവുമായി പൊരുത്തപ്പെടുന്ന ഉയർന്ന ഭൗതിക ജീവിത നിലവാര സൂചകങ്ങളുടെ ഒരു കൂട്ടമാണ് കേരള വികസന മാതൃക. അമർത്യ സെന്നും ജീൻ ഡ്രീസും തങ്ങളുടെ നിരവധി കൃതികളിലൂടെ കേരളത്തിൻ്റെ വികസന അനുഭവത്തെ വളരെ കാലമായി പിന്തുണച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായ ഘടകം സാമൂഹിക നീതിയാണെന്ന് ജോൺ റാറ്റ്ക്ലിഫ് പ്രസ്താവിക്കുന്നു. കേരള മോഡൽ ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലെന്നും ഇത് നിരവധി ആളുകളെ വിദേശത്ത് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുവെന്നുമാണ് പ്രധാന വിമർശനം.
അടുത്ത ചോദ്യം, 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക്. ആൻസർ ഓപ്ഷൻ സി, കേരള ഗ്രാമീണ ബാങ്ക്. അടുത്ത ചോദ്യം, ഇനി പറയുന്ന ഓപ്ഷൻ ഒരു തരം സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. ആൻസർ ഓപ്ഷൻ സി, MS Excel. സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ് വിൻഡോസ്, ലിങ്കർ, ലോഡർ. അടുത്ത ചോദ്യം, തിരക്കും ഡാറ്റ കൂട്ടിയിടിയും തടയാൻ സഹായിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ ബി, സ്വിച്ച്. അടുത്ത ചോദ്യം, IT ആക്ട് 2000 വിജ്ഞാപനം ചെയ്തത്. ആൻസർ ഓപ്ഷൻ സി, 17 ഒക്ടോബർ 2000. അടുത്ത ചോദ്യം, ഏത് നഗരത്തിൽ നടന്ന ഗവേണൻസ് സംബന്ധിച്ച 27ാമത് ദേശീയ സമ്മേളനത്തിലാണ് 2024 ഗവേണൻസ് അവാർഡുകൾ ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ എ, മുംബൈ. അടുത്ത ചോദ്യം, 2005 വിവരാവകാശ നിയമം പ്രകാരമുള്ള ഇളവ് ഇനി പറയുന്നവയിൽ ഏതാണ്. ആൻസർ ഓപ്ഷൻ ബി, മന്ത്രിസഭാ യോഗങ്ങളിലെ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്. ആൻസർ ഓപ്ഷൻ സി, വാങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശം ഉണ്ട്. അടുത്ത ചോദ്യം, 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന് കീഴിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRCയുടെ ഒരു പ്രവർത്തനത്തെ കൃത്യമായി വിവരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ്. ആൻസർ ഓപ്ഷൻ സി, മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിനും മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികൾ NHRCക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യം, 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണം പോസ്കോ നിയമത്തിന്റെ ഒരു വ്യവസ്ഥയെ ഇനി പറയുന്ന പ്രസ്താവനകളിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നത് ഏതാണ്. ആൻസർ ഓപ്ഷൻ ബി, ഇരകളായ കുട്ടികൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കാൻ എല്ലാ കേസുകളും ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യണമെന്ന് പോസ്കോ നിയമം അനുശാസിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ സമീപകാല വികാസങ്ങളെ സംബന്ധിച്ച് സമകാലിക കാര്യങ്ങളിൽ എടുത്തു കാണിക്കുന്ന ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി. ആൻസർ ഓപ്ഷൻ ബി, വൈറ്റ് ഗുഡ്സിനായി PLI സ്കീമിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ 24 കമ്പനികളെ തിരഞ്ഞെടുത്തു. 3516 കോടി രൂപയുടെ നിക്ഷേപം. അടുത്ത ചോദ്യം, ശിശു വിദ്യാഭ്യാസത്തിൽ കുടുംബത്തിന്റെ പങ്കാളിത്തം പ്രധാനമാണ്. എന്തുകൊണ്ട്. ആൻസർ ഓപ്ഷൻ എ, കുടുംബത്തിന്റെ സംസ്കാരവും മൂല്യങ്ങളും ക്ലാസ് മുറിയിലേക്ക് സമന്വയിപ്പിക്കുന്നതിനും വ്യക്തിഗത പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അധ്യാപകരെ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, പ്രാദേശിക ആവശ്യങ്ങൾ പരിഗണിച്ച് പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാഠ്യപദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ചുവടെ പറയുന്നതിൽ എന്താകണം. ആൻസർ ഓപ്ഷൻ ബി, പ്രാദേശിക പരിസ്ഥിതിയും സമൂഹത്തിൻ്റെയും ആവശ്യങ്ങളും പരിഗണിച്ച് രൂപപ്പെടുത്തുന്ന പാഠ്യപദ്ധതി. അടുത്ത ചോദ്യം, 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക പരിഷ്കാരങ്ങളെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വിദ്യാഭ്യാസ സംഭാവനകൾ എങ്ങനെ സ്വാധീനിച്ചു. ആൻസർ ഓപ്ഷൻ എ, ശാസ്ത്രവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും എല്ലാവർക്കും ലഭിക്കാൻ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന സ്കൂളുകളും
കോളേജുകളും സ്ഥാപിച്ചു. അടുത്ത ചോദ്യം, ശിശുവിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രധാന ചുമതല എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ആൻസർ ഓപ്ഷൻ ഡി. കുട്ടികളുടെ ശാരീരികവും വൈകാരികവും സാമൂഹികവും വൈജ്ഞാനികവുമായ സമഗ്ര വികാസത്തെ പിന്തുണയ്ക്കുക. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസവും ജനാധിപത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജോൺ ഡൂയിയുടെ തത്വചിന്ത ചുവടെ പറയുന്ന ഏതെല്ലാം പ്രസ്താവനകളുമായി പൊരുത്തപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ. 1, 2, 4. ശരിയായ പ്രസ്താവനകൾ: വിദ്യാഭ്യാസവും തുല്യവും സ്വാതന്ത്ര്യവും പോലുള്ള ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തുന്ന ഒരു ഉപകരണമാണ്. വിദ്യാഭ്യാസം വ്യക്തികളെ ജനാധിപത്യ പ്രക്രിയയിൽ സജീവമായി പങ്കാളികളാക്കാൻ തയ്യാറാക്കണം. വിദ്യാഭ്യാസം വിമർശനാത്മക ചിന്തയിലൂടെ സ്വേച്ഛാധിപത്യ ഭരണത്തെ തടയുന്നു. അടുത്ത ചോദ്യം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക പുരോഗതിക്ക് എന്ത് സംഭാവന നൽകുന്നു? ആൻസർ ഓപ്ഷൻ ബി. പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സാമൂഹിക പുരോഗതിക്ക് നൽകുന്ന സംഭാവനയാണ്. കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകുന്നു. അടുത്ത ചോദ്യം, കുട്ടികളുടെ വളർച്ചയെയും പഠനത്തെയും സംബന്ധിച്ച് മോണ്ടസോറിയുടെയും പിയാഷെയുടെയും വിദ്യാഭ്യാസ ചിന്തകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ആൻസർ ഓപ്ഷൻ എ. മോണ്ടിസോറി ചിഹ്നാത്മക ചിന്ത പ്രോത്സാഹിപ്പിക്കുന്നു. പിയാഷെ സാമൂഹിക ഇടപെടലിലൂടെ കൂട്ടം കൂടൽ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രീ പ്രൈമറി അധ്യാപകർക്ക് ഉണ്ടാകേണ്ട അനിവാര്യമായ കഴിവ്? ആൻസർ ഓപ്ഷൻ ബി. നിരീക്ഷണ വൈദഗ്ധ്യം. അടുത്ത ചോദ്യം, പ്രീ പ്രൈമറി അധ്യാപകർക്ക് സാംസ്കാരികമായ കഴിവുകൾ ഉള്ളവരാകണം. എന്തുകൊണ്ട്? ആൻസർ ഓപ്ഷൻ ബി. കുട്ടികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളോടുള്ള ആദരവ് വളർത്തുവാൻ. അടുത്ത ചോദ്യം, പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനത്തിൽ നിർണായകമായ ഘടകങ്ങൾ ഏവ? ആൻസർ ഓപ്ഷൻ സി. 1, 2, 4. ഘടകങ്ങൾ: പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ വിദഗ്ധമായ പരിശീലനം ലഭിച്ച അധ്യാപകർ, കുട്ടികൾക്ക് സുരക്ഷിതവും പ്രചോദനാത്മകവുമായ അന്തരീക്ഷം, പ്രായത്തിന് അനുയോജ്യമായ പഠന സാമഗ്രികളുടെ ലഭ്യത. അടുത്ത ചോദ്യം, അവകാശവാദം. ICDS, അങ്കണവാടികൾ പോലുള്ള സർക്കാർ ഏജൻസികൾ ഇന്ത്യയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കാരണം ഇവയിലൂടെ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പോഷകാഹാരം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ പിന്തുണ എന്നിവ ഉറപ്പാക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അവകാശവാദവും കാരണവും ശരിയാണ്. കൂടാതെ കാരണം വാദത്തിന്റെ ശരിയായ വിശദീകരണമാണ്. അടുത്ത ചോദ്യം, ശിശു വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വൈവിധ്യമാർന്ന സാംസ്കാരികവും സാമൂഹികവുമായ പശ്ചാത്തലങ്ങൾ എങ്ങനെ ഉൾപ്പെടുത്തി നടപ്പാക്കാം? ആൻസർ ഓപ്ഷൻ എ. കുട്ടികളുടെ സാംസ്കാരിക തനിമകളെ പ്രതിഫലിപ്പിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ക്ലാസ് മുറികളും പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുക. അടുത്ത ചോദ്യം, UNCRCയുടെ കുട്ടികളുടെ അവകാശങ്ങളിലേക്കുള്ള UN കരാർ തത്വങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് കുട്ടികളുടെ സമഗ്രമായ വളർച്ചയും വിദ്യാഭ്യാസത്തിലുള്ള പങ്കാളിത്തവും ഉറപ്പാക്കാൻ അധ്യാപകരെ പ്രാപ്തരാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ. കുട്ടികളുടെ പഠനത്തെയും ക്ഷേമത്തെയും ബാധിക്കുന്ന തീരുമാനങ്ങളിൽ അവരെ സജീവമായി ഉൾപ്പെടുത്തി അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട്. അടുത്ത ചോദ്യം, കേരളത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ ആധുനികമാക്കാൻ ഉപയോഗിച്ച പ്രധാന രീതി എന്ത്? ആൻസർ ഓപ്ഷൻ സി.
എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകുകയും സാംസ്കാരികവും ശാസ്ത്രീയവുമായ പഠനത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്തു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഇന്ത്യൻ ദാർശനികരെ അവരുടെ വിദ്യാഭ്യാസ സംഭാവനകളുമായി പൊരുത്തപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മഹാത്മാഗാന്ധി സ്വയം പര്യാപ്തതയ്ക്കും ധാർമ്മിക വികാസത്തിനും ഉതകുന്ന വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. രവീന്ദ്രനാഥ ടാഗോർ സർഗാത്മകവും പ്രകൃതിയിൽ അധിഷ്ഠിതവുമായ ആഗോളബോധമുള്ള പഠനരീതി പ്രചരിപ്പിച്ചു. സ്വാമി വിവേകാനന്ദൻ ശാരീരിക, മാനസിക, ആത്മീയ വളർച്ച ഉൾപ്പെടുന്ന സമഗ്രമായ വിദ്യാഭ്യാസം മുന്നോട്ട് വച്ചു. ജിദ്ദു കൃഷ്ണമൂർത്തി സ്വതന്ത്ര ചിന്തയും അനുഭവാധിഷ്ഠിതമായ പഠനവും പ്രോത്സാഹിപ്പിച്ചു. അടുത്ത ചോദ്യം, ഏത് പ്രത്യേകതയാണ് കളിയെ പ്രീസ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിർണായക ഭാഗമാക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി. നിരീക്ഷണത്തിലൂടെയും ഏർപ്പെടുന്ന പ്രവൃത്തികളിലൂടെയും മികച്ച രീതിയിൽ പഠിക്കുന്നു. അടുത്ത ചോദ്യം, ഫലപ്രദമായ പ്രീസ്കൂൾ ക്ലാസ് മുറിയുടെ പ്രധാന പ്രത്യേകതകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി. 1, 3. ശരിയായ പ്രത്യേകതകൾ: പ്രവർത്തനങ്ങൾക്കായി വ്യത്യസ്ത പ്രവർത്തന ഇടങ്ങൾ, ശിശുസൗഹാർദ്ദപരമായ ഫർണിച്ചറുകളും നിറപ്പകിട്ടാർന്ന അലങ്കാരങ്ങളും. അടുത്ത ചോദ്യം, അവകാശവാദം. പ്രീസ്കൂൾ കുട്ടികൾക്ക് കളിയിൽ അധിഷ്ഠിതമായ പഠനം നിർണായകമാണ്. കാരണം കളികൾ ചലനപരമായ കഴിവുകൾ, ആശയവിനിമയം, സർഗാത്മകത എന്നിവ കുട്ടികളിൽ വികസിപ്പിക്കുവാൻ സഹായകരമാകും. ആൻസർ ഓപ്ഷൻ സി. അവകാശവാദവും കാരണവും ശരിയാണ്. കൂടാതെ കാരണം അവകാശവാദത്തിൻ്റെ ശരിയായ വിശദീകരണമാണ്. അടുത്ത ചോദ്യം, പ്രീസ്കൂൾ ക്ലാസ് മുറിയുടെ സവിശേഷതകളും അവയുടെ ഉദ്ദേശങ്ങളും പൊരുത്തപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പഠനയിടങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക സ്ഥലങ്ങൾ നൽകുന്നു. ശിശുസൗഹാർദ്ദപരമായ ഫർണിച്ചറുകൾ സുരക്ഷിതവും സുഖകരവുമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നു. കഥപറച്ചിൽ സെഷനുകൾ ഭാഷാ വികസനവും കൽപ്പനാശേഷിയും പ്രോത്സാഹിപ്പിക്കുന്നു. കൂട്ടായ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ സഹകരണമുള്ള ടീം ജോലികൾ മെച്ചപ്പെടുത്തുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പുരാതന കാഴ്ചപ്പാടുകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന പരിമിതി. ആൻസർ ഓപ്ഷൻ ബി. ജാതി അടിസ്ഥാനത്തിലുള്ള പ്രത്യേക അവകാശങ്ങളും പരിമിതപ്പെട്ട ആനുകൂല്യങ്ങളും നൽകി. അടുത്ത ചോദ്യം, ആരോഗ്യമെന്നാൽ രോഗമോ അംഗവൈകല്യമോ ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, ശാരീരികമായും മാനസികമായും സാമൂഹികമായുമുള്ള പരിപൂർണ സുസ്ഥിതിയാണ്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ഈ നിർവചനം ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ശാരീരിക ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി. 2, 3, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ശുചിത്വമില്ലായ്മ, അനാരോഗ്യകരമായ ശീലങ്ങൾ, തെറ്റായ പോഷണം. അടുത്ത ചോദ്യം, ഗർഭമലസൽ, മുലപ്പാലിൻ്റെ അഭാവ, ജന്മവൈകല്യങ്ങൾ, കുഞ്ഞിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം എന്നീ വൈഷമ്യങ്ങൾക്ക് കാരണം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി. 21 വയസ്സിന് മുന്നേ ഗർഭധാരണം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി.
only 2 and 3. 2ഉം 3ഉം പ്രസ്താവനകൾ. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ: സിറം ആൽബുമിൻ ഒരു പ്രോട്ടീനാണ്. നൈട്രജൻ അടങ്ങിയ ജൈവ സംയുക്തമാണ്. അടുത്ത ചോദ്യം: എന്താണ് ക്രസ്റ്റിനിസം? ആൻസർ ഓപ്ഷൻ ബി. ഗർഭിണിയായ അമ്മയുടെ ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം ഒരു നവജാത ശിശുവിൽ ഉണ്ടാകുന്ന രോഗം. അടുത്ത ചോദ്യം: പ്രീ പ്രൈമറി കുട്ടികളുടെ സമീകൃത ആഹാരവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ചാർട്ട് പ്രതിനിധീകരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി. ചെലവ് കുറഞ്ഞ സമീകൃത ആഹാരത്തിൻ്റെ ചാർട്ട്. അടുത്ത ചോദ്യം: ഏത് അപകടം സംഭവിച്ചാലാണ് താഴെ പറയുന്ന പ്രഥമ ശുശ്രൂഷ നൽകുന്നത്? കുറച്ച് സമയം രക്തം വാർന്നു പോകാൻ അനുവദിക്കുക, ശുദ്ധമായ തുണി കൊണ്ട് മുറിവ് വെച്ച് കെട്ടുക, മുറിവ് വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ആൻസർ ഓപ്ഷൻ സി. പട്ടി കടിച്ചാൽ. അടുത്ത ചോദ്യം: പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാവിയിലുള്ള സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുന്ന സർക്കാർ പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി. സുകന്യ സമൃദ്ധി യോജന. അടുത്ത ചോദ്യം: മനുഷ്യരോഗങ്ങൾ, മൃഗരോഗങ്ങൾ, പരിസ്ഥിതി ആരോഗ്യം എന്നിവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുകയും അവയെ ഏകോപിതമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി. വൺ ഹെൽത്ത് പ്രോഗ്രാം. അടുത്ത ചോദ്യം: ബോർഡെല്ല പെർട്ടൂസിസ് എന്ന രോഗാണു പകർത്തുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ സി. വില്ലൻ ചുമ. അടുത്ത ചോദ്യം: താഴെ സൂചിപ്പിക്കുന്ന ചിത്രം ഏത് സംവേദന സംവിധാനത്തിൻ്റെ നിയമത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി. ലാളിത്യത്തിൻ്റെ നിയമം. അടുത്ത ചോദ്യം: കുട്ടികൾ പാവക്കുട്ടികൾക്ക് ആഹാരം നൽകുന്നത് കണ്ടിട്ടില്ലേ? പിയാഷയുടെ അഭിപ്രായത്തിൽ ഏത് വികാസത്തിൻ്റെ സവിശേഷതയാണ് സചേതന ചിന്ത? ആൻസർ ഓപ്ഷൻ ബി. പ്രാഗ് മനോവ്യാപാര ഘട്ടം. അടുത്ത ചോദ്യം: 8 10 രൂപ നോട്ടുകൾ ചേർന്നാൽ 80 രൂപയാകും എന്നറിയുന്ന കുട്ടി 80 രൂപയിൽ എത്ര 10 രൂപയുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസപ്പെടുന്നു. കുട്ടിക്ക് ഏത് പരിമിതിയാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി. പ്രത്യാവർത്തനം. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ സത്യസന്ധത ആൽപോർട്ടിൻ്റെ ട്രയറ്റ് തിയറിയിൽ ഏത് സവിശേഷതകളിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി. മുഖ്യ സവിശേഷതകൾ. അടുത്ത ചോദ്യം: വികലാംഗ ആക്ട് നടപ്പിലാക്കുന്നതിനുള്ള കേന്ദ്ര കോർഡിനേഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? ആൻസർ ഓപ്ഷൻ സി. കേന്ദ്ര സാമൂഹിക ക്ഷേമ വകുപ്പ് ചുമതലയുള്ള മന്ത്രി. അടുത്ത ചോദ്യം: IQ = MA/CA × 100 എന്ന സമവാക്യം രൂപീകരിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ ഡി. ആൽഫ്രഡ് ബീനെ. അടുത്ത ചോദ്യം: ഭൂപടം, ചാർട്ട്, ഡയഗ്രം എന്നിവ വായിച്ച് അപഗ്രഥിക്കുന്നതിന് കഴിവുള്ള കുട്ടിയുടെ ബുദ്ധിയുടെ ഏത് ഘടകമാണ് മുന്നിൽ നിൽക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി. ദൃശ്യ സ്ഥലപരമായ ബുദ്ധി. അടുത്ത ചോദ്യം: കുട്ടികളില്ലാത്തവർ വളർത്തുമൃഗങ്ങളെ അമിതമായി സ്നേഹിക്കുന്നു. ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ സി. ഉദാത്തീകരണം. അടുത്ത ചോദ്യം: സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി. 1, 3, 4. ആർട്ടിക്കിൾ 15(3), ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 39(E and F). അടുത്ത ചോദ്യം: ഒരു വ്യക്തി ഒരു നിശ്ചിത സാഹചര്യത്തിൽ എന്ത് ചെയ്യും എന്നതിനൊരു പ്രവചനം നടത്താൻ കഴിയുന്നത് അനുവദിക്കുന്നതാണ് വ്യക്തിത്വം. ഈ നിർവചനം വ്യക്തിത്വത്തിന് നൽകിയതാര്? ആൻസർ ഓപ്ഷൻ സി.
BR കാറ്റൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഗ്രാമസഭ എന്നതിൻ്റെ ശരിയായ നിർവചനം എന്താണ്? ആൻസർ ഓപ്ഷൻ സി. ഒരു പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിലുള്ള ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു സമിതി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായവ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി. 1ഉം 2ഉം. ശരിയായ പ്രസ്താവനകൾ: പഞ്ചായത്ത് രാജ് സംവിധാനം 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമത്താൽ ഭരണഘടനാവൽക്കരിക്കപ്പെട്ടു. ഒരു പഞ്ചായത്തിൻ്റെ കാലാവധി നേരത്തെ പിരിച്ചു വിട്ടില്ലെങ്കിൽ 5 വർഷമാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ സി. 1ഉം 3ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: ആർട്ടിക്കിൾ 243K ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം എന്നിവ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കും. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ് 1977 നിയമിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി. അശോക് മേത്ത കമ്മിറ്റി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നിയോഗിച്ചിട്ടില്ലാത്ത വിഷയം? ആൻസർ ഓപ്ഷൻ എ. ഉന്നത വിദ്യാഭ്യാസം. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് നിയോഗിച്ചിട്ടുള്ള വിഷയങ്ങളാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ, ഭൂപരിഷ്കരണം നടപ്പിലാക്കൽ. അടുത്ത ചോദ്യം, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഇത് ശുപാർശ ചെയ്യുന്നു. അടുത്ത ചോദ്യം, പഞ്ചായത്തുകളുടെ ഘടന സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി. 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഓരോ സംസ്ഥാനവും ഗ്രാമ, ഇന്റർമീഡിയറ്റ്, ജില്ലാ തലങ്ങളിൽ പഞ്ചായത്തുകൾ സ്ഥാപിക്കേണ്ടതാണ്. 20 ലക്ഷമോ അതിൽ കുറവോ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവൽ പഞ്ചായത്തുകൾ ഉണ്ടാകണം എന്ന് നിർബന്ധം ഇല്ല. അടുത്ത ചോദ്യം, പഞ്ചായത്തുകളുടെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ. 1 മാത്രം. ശരിയായ പ്രസ്താവന: സാമ്പത്തിക വികസനത്തിനും സാമൂഹിക നീതിക്കുമുള്ള പദ്ധതികൾ തയ്യാറാക്കുക. അടുത്ത ചോദ്യം, പഞ്ചായത്തിന്റെ അക്കൗണ്ടുകളുടെ പരിപാലനത്തിനും ഓഡിറ്റിങ്ങിനും വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ ആർക്കാണ് അധികാരം? ആൻസർ ഓപ്ഷൻ ഡി. ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പഞ്ചായത്തിന്റെ കാലാവധി നിർവചിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ. ആർട്ടിക്കിൾ 243E. അടുത്ത ചോദ്യം, 2025 ജാനുവരിയിൽ ഏത് ഇന്ത്യൻ പ്രമുഖ വ്യക്തിയാണ് വനിതാ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രതിനിധികളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നൂതനാശയങ്ങളും സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി. ലോകസഭാ സ്പീക്കർ ഓം ബിർള. അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് പൊതുജനാരോഗ്യത്തിന്റെ വ്യാപ്തി ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി. രോഗങ്ങൾ തടയുകയും സാമൂഹിക തലങ്ങളിൽ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം, പൊതുജനാരോഗ്യ സമീപനം പ്രശ്നം തിരിച്ചറിയുന്നതിൽ നിന്ന് പ്രതികരണത്തിലേക്ക് മാറുന്നു. ഈ പ്രക്രിയയിൽ എന്താണ് പ്രവർത്തിക്കുന്നത്? ഘട്ടത്തിന്റെ പ്രാധാന്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി.
വലിയ തോതിലുള്ള നടപ്പാക്കലിന് മുമ്പ് വ്യത്യസ്തമായ ഇടപെടലുകളുടെ ഫലപ്രാപ്തി ഇത് വിലയിരുത്തുന്നു. അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് സാർവത്രികവും തിരഞ്ഞെടുത്തതുമായ പ്രതിരോധ തന്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി. അപകട സാധ്യതയുള്ള വ്യക്തികളെ തിരിച്ചറിയാതെ മുഴുവൻ ജനസംഖ്യയ്ക്കും സാർവത്രിക തന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതേസമയം തിരഞ്ഞെടുത്ത തന്ത്രങ്ങൾ അറിയപ്പെടുന്ന അപകട സാധ്യത ഘടകങ്ങളുള്ള ഗ്രൂപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്ത ചോദ്യം, നിർദ്ദിഷ്ട ജനസംഖ്യയിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട അവസ്ഥകളുടെ വിതരണത്തെയും നിർണായകങ്ങളെയും കുറിച്ചുള്ള പഠനവും ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആ പഠനത്തിന്റെ പ്രയോഗവും? ആൻസർ ഓപ്ഷൻ എ, എപ്പിഡെമിയോളജി. അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് പോസിറ്റീവ് ആരോഗ്യ സൂചകത്തിന് ഉദാഹരണം? ആൻസർ ഓപ്ഷൻ സി, ജനന സമയത്തെ ആയുർദൈർഘ്യം. അടുത്ത ചോദ്യം, സുസ്ഥിരമായ ധനസഹായവും നിയമപരമായ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് വിജയകരമായ മാതൃ ആരോഗ്യ പരിപാടിയെ ദേശീയ നയത്തിലേക്ക് സംയോജിപ്പിക്കാൻ ഒരു സർക്കാർ തീരുമാനിക്കുന്നു. ഏതുതരം സ്കെയിലിംഗ് അപ്പ് ഒരു ഉദാഹരണമാണിത്? ആൻസർ ഓപ്ഷൻ ബി, വെർട്ടിക്കൽ സ്കെയിലിംഗ് അപ്പ്. അടുത്ത ചോദ്യം, ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ നാഷണൽ ഹെൽത്ത് മിഷന്റെ പ്രധാന ലക്ഷ്യം? ആൻസർ ഓപ്ഷൻ ബി, ആരോഗ്യ പരിരക്ഷയ്ക്ക് തുല്യമായ പ്രവേശനം വർദ്ധിപ്പിക്കുക. അടുത്ത ചോദ്യം, ദേശീയ ആരോഗ്യ നയം 2017 അനുസരിച്ച് ആരോഗ്യ പരിരക്ഷ ഏത് തരത്തിലുള്ള സമീപനത്തിലേക്ക് കേന്ദ്രീകരിക്കണം? ആൻസർ ഓപ്ഷൻ ബി, പ്രതിരോധവും പ്രോത്സാഹനപരവുമായ ആരോഗ്യ പരിരക്ഷ. അടുത്ത ചോദ്യം, ദേശീയ ആരോഗ്യ ദൗത്യം രാജ്യത്ത് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായി 100 ദിവസത്തെ അംബ്രല്ല ക്യാമ്പയിൻ ആരംഭിച്ചു. ആൻസർ ഓപ്ഷൻ സി, ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടി. അടുത്ത ചോദ്യം, കേരള പൊതുജനാരോഗ്യ നിയമവുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ എ, ഈ 4 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ 2023 ഈ നിയമം നിലവിൽ വന്നത്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിനായി ഏകാരോഗ്യം എന്ന സമീപനം സ്വീകരിക്കണം. ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സാമൂഹിക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. രോഗത്തിന് കാരണമായേക്കാവുന്ന അവസ്ഥകൾ ദുർബലമാക്കുകയോ ഇല്ലാതാക്കുകയോ വേണം. ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട് 1955, മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് 1939 എന്നിവയ്ക്ക് പകരമായി ഇത് നിലവിൽ വന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപകാല ഡേറ്റ അനുസരിച്ച് 2024 ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരുള്ള സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പുതുച്ചേരി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്